തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ വമ്പൻ പോളിംഗ് ആണ് കേട്ടോ. രാവിലെ മുതൽ ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, അണ്ണാ-ഡി.എം.കെ നേതാവ് എടപ്പാടി പളനിസ്വാമി, ടി.വി.കെ അധ്യക്ഷനായ വിജയ് ഇവരൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, അജിത്ത് തുടങ്ങിയവരൊക്കെയും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 234 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ബിനിൽ ലീല സാബു തമിഴകത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, വോട്ടെടുപ്പ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 2-2.5 മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് കാഴ്ചകൾ? സേതു, വലിയ നീണ്ടുനിര പോളിംഗ് ബൂത്തുകളിൽ കാണാൻ സാധിക്കും. രാവിലെ 7 മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ പല ബൂത്തുകളിലും വലിയ നീണ്ട നിരയുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ, സിനിമാ താരങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ഏറ്റവും പ്രത്യേകത വിജയുടെ പാർട്ടി ടി.വി.കെ ഇത്തവണ മത്സരിക്കുന്നു. അത് ആരുടെ വോട്ട് പിടിക്കും എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ നിൽക്കുകയാണ്. എന്തായാലും മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരിക, തുടരുക എന്നുള്ളത് തന്നെയാണ് ഡി.എം.കെ പ്രതീക്ഷ വെക്കുന്നത്. ഒരു തിരിച്ചുവരവിന് എ.ഡി.എം.കെയും തയ്യാറെടുക്കുന്നു. ഈ രണ്ട് മുന്നണികൾ അങ്ങനെ പോകുമ്പോഴാണ് അതിലേക്ക് വിജയുടെ പാർട്ടി രംഗപ്രവേശം നടത്തുന്നത്. നമുക്കറിയാം, വിജയ് തമിഴ്നാട്ടിൽ പ്രചാരണം നടത്തുമ്പോഴൊക്കെ വലിയ ജനക്കൂട്ടം ഒഴുകിയെത്തിയിരുന്നു. പ്രത്യേകിച്ച് പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ, യുവാക്കളൊക്കെ ആ വിജയുടെ റാലിയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് വിജയ് എത്രമാത്രം വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇത്തവണ തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. എന്തായാലും വോട്ടുകൾ പിടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ എന്തായാലും വലിയ രീതിയിൽ, വളരെ മികച്ച രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുകയാണ്. ഞാനുള്ളത് കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിൽ വിളവങ്കോട് മണ്ഡലത്തിലാണ് ഉള്ളത്. ഇവിടെയും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ കാണാമായിരുന്നു. ഇവിടെയും വലിയ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയും ടി.വി.കെ, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ടി.വി.കെ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 മണ്ഡലങ്ങളിലേക്ക് വിജയ് മത്സരിക്കുകയും ചെയ്യുന്നു. ബാക്കിയുള്ളിടങ്ങളിലേക്ക് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ആളുകളെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും മുന്നണികൾക്ക് വിജയുടെ പാർട്ടി ഒരു തലവേദനയായിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം അവരുടെ വോട്ടുകൾ, ആരുടെ വോട്ടുകളാകും ചോർത്തിയെടുക്കുക എന്നുള്ളതാണ് വലിയ സംശയമുള്ളത്. ഡി.എം.കെയെ സംബന്ധിച്ച് ഡി.എം.കെയുടെ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ വിജയ് കണ്ണുവെക്കുന്നുണ്ട്. അങ്ങനെ ആ വോട്ടുകൾ പോയാൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം കൂടി ഡി.എം.കെക്ക് ഉണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളത്. രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ വലിയ കാര്യമായ രീതിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും കന്യാകുമാരിയെ പരിശോധിച്ചാൽ അവിടെ കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള മേഖലയാണ് കന്യാകുമാരി ജില്ല. അവിടെ 6 മണ്ഡലങ്ങളിൽ 3 ഇടങ്ങളിൽ കോൺഗ്രസ് ആണ് മത്സരിച്ച് ജയിച്ചത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മണ്ഡലം വലിയ പ്രത്യേകതയുള്ളതാണ്. ഇവിടെ മത്സരിക്കുന്നത് CSE ദക്ഷിണ കേരള മഹായിടവകയുടെ സെക്രട്ടറി ടി പ്രവീണാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. ഇവിടെ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ്. മാത്രമല്ല, ഇവിടെ നേരത്തെ കോൺഗ്രസിനായി മത്സരിച്ച് ജയിച്ച വിജയധരണിയാണ് ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കുന്നത്. അവർ ചീഫ് വിപ്പ് ആയിരിക്കുമ്പോൾ അത് രാജിവെച്ച്, MLA സ്ഥാനം രാജിവെച്ച് BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. ടി.വി.കെയുടെ സ്ഥാനാർത്ഥിയും ഇവിടെയുണ്ട്. അങ്ങനെ ഈ പോരാട്ടം ഇവിടെ കടുക്കുകയാണ്. മറ്റൊന്ന് ഇവിടെ പത്മനാഭപുരമാണ്. അവിടെ DMKയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. മുന്നണി ധാരണ പ്രകാരം അവിടെ ഇപ്പോൾ CPIM ആണ് മത്സരിക്കുന്നത്. ചെല്ലസ്വാമിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അങ്ങനെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധേയമായൊരു മണ്ഡലം കൂടിയാണ്. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് 2 മണ്ഡലങ്ങളാണ് BJPക്ക്, അവരുടെ മുന്നിൽ NDAക്ക് പ്രതീക്ഷയുള്ളത്. അതൊന്ന് കന്യാകുമാരിയാണ്. പ്രത്യേകിച്ച് അവർക്ക് നല്ല വേരട്ടമുള്ള അവിടെയാണ്. അവിടെ AIADMK നേരത്തെ മത്സരിച്ച് ജയിച്ചതാണ്. അവരെ നിരത്താനാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. നാഗർകോവിലാണ് BJP തുടർച്ചയായി പ്രതീക്ഷിക്കുന്ന ഒരിടം. എന്തായാലും രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ തമിഴകത്ത് വോട്ടെടുപ്പ് വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. സേതു, ശരി ബിനിൽ. അപ്പം തമിഴ്നാട്ടിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു വിജയ് ഫാക്ടർ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെയൊക്കെ വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയുന്നത്. നല്ല തിരക്ക് എല്ലാ ബൂത്തുകളിലും.